ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹിറ്റ്മാൻ എന്ന വിളിപ്പേര് ഏറ്റവും അനർത്ഥമാക്കിയ താരമാണ് രോഹിത് ശർമ്മ. ബാറ്റിംഗിന്റെ സൗന്ദര്യം ആക്രമണവും ഒത്തുചേർന്ന ഈ താരം തന്റെ കരിയറിലെ മറ്റൊരു നിർണായക പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യൻ ടീമിന്റെ 3 ഫോർമാറ്റിലെയും നായകനായിരുന്ന രോഹിത് ക്യാപ്റ്റൻസിയുടെ അമിതഭാരം ഒഴിവാക്കി ഒരു സ്വതന്ത്ര ബാറ്ററായി മടങ്ങിയെത്തുന്ന ഈ നിമിഷം ഇന്ത്യൻ ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മുൻ താരം അഭിഷേക് നായരെ പോലെയുള്ളവർ രോഹിത്തിന്റെ ഈ മാറ്റം ഓസ്ട്രേലിയൻ ടീമിനുള്ള ഒരു അപായ സൂചനയായി കാണുന്നതിൽ അതിശയിക്കാനില്ല. ഓസ്ട്രേലിയൻ മണ്ണിൽ സ്വന്തം കരിയറിലെ 500ാമത് രാജ്യാന്തര മത്സരത്തിനിറങ്ങുന്ന രോഹിത്തിനെ കാത്തിരിക്കുന്നത് വെറും വിജയങ്ങൾ മാത്രമല്ല, ചരിത്രപരമായ നിരവധി റെക്കോർഡ് നാഴികക്കല്ലുകളാണ്. രോഹിത് ശർമ്മയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിന്റെ പ്രാധാന്യവും അദ്ദേഹത്തെ കാത്തിരിക്കുന്ന റെക്കോർഡുകളും സമഗ്രമായി വിശകലനം ചെയ്യണം. ക്രിക്കറ്റ് ലോകത്ത് ചില കളിക്കാർക്ക് ചില പ്രത്യേക വേദികളിൽ അല്ലെങ്കിൽ എതിരാളികൾ പ്രിയപ്പെട്ടവരായിരിക്കും. രോഹിത് ശർമ്മയ്ക്ക് അത് ഓസ്ട്രേലിയയും അവർക്കെതിരെയുള്ള മത്സരങ്ങളുമാണ്. ഓസ്ട്രേലിയയിലെ പിച്ചിന്റെ വേഗതയും ബൗൺസും രോഹിത്തിന്റെ പുൾ ഷോട്ടിനും കട്ട് ഷോട്ടിനും വളക്കൂറുള്ള മണ്ണാണ്. രോഹിത് ശർമ്മയുടെ 32 ഏകദിന സെഞ്ചുറികളിൽ 8 എണ്ണവും പിറന്നത് കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ ഒരു പ്രത്യേക എതിരാളികൾക്കെതിരെ ഇന്ത്യൻ താരങ്ങൾ നേടിയ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണിത്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസീസിനെതിരെ 4 ഏകദിന സെഞ്ചുറികൾ നേടിയുള്ള ഏക ഇന്ത്യൻ ബാറ്ററാണ് രോഹിത്. ഈ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ അദ്ദേഹത്തിന്റെ സ്ഥിരതയും ആധിപത്യവും വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയക്കെതിരെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന ഏകദിന സ്കോറാണിത്. ഈ ഇരട്ട സെഞ്ചുറി രോഹിത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഏകദിന പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. 1ാം ഏകദിനം നടക്കുന്ന പെർത്ത് സ്റ്റേഡിയത്തിലാണ് രോഹിത് ഈ പ്രകടനം കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയൻ മണ്ണിൽ ഓസീസിനെതിരെ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന ഏകദിന സ്കോറാണിത്. ഓസ്ട്രേലിയയിൽ ഓസീസിനെതിരെ ഇതുവരെ 19 ഏകദിന മത്സരങ്ങളിൽ നിന്നും രോഹിത് 990 റൺസ് നേടിയിട്ടുണ്ട്. ഈ പട്ടികയിൽ രോഹിത്തിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് മുൻ ക്യാപ്റ്റനായിട്ടുള്ള വിരാട് കോഹ്ലി എന്നതും ഹിറ്റ്മാന്റെ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നായകനായിരിക്കുമ്പോൾ ടീമിന്റെ പ്രകടനം, തന്ത്രങ്ങൾ, താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ നിരവധി കാര്യങ്ങളുടെ ഭാരം രോഹിത്തിന്റെ ചുമരിലുണ്ടായിരുന്നു. പലപ്പോഴും ഇത് അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ബാറ്റിങ്ങിനെ ബാധിച്ചിരുന്നുവെന്ന് വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ഒഴിയുന്നതോടെ രോഹിത്തിന് തന്റെ ബാറ്റിംഗിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ആക്രമണപരമായ കൃത്യമായ ടൈമിംഗ്, നിലയുറപ്പിച്ച ശേഷമുള്ള തകർത്താടൽ എന്നീ സവിശേഷതകളാണ് രോഹിത്തിന്റെ ശക്തി. എന്നാൽ സ്വാതന്ത്ര്യത്തോടെയുള്ള ബാറ്റിംഗ് കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അഭിഷേക് നായർ സൂചിപ്പിച്ചതുപോലെ സമ്മർദ്ദമില്ലാതെ ബാറ്റ് ചെയ്യുന്നത് രോഹിത് ശർമ്മ ഏതൊരു ബൗളിംഗ് നിരയ്ക്കും തലവേദനയാകുമെന്നതിലും സംശയമില്ല. ഓസ്ട്രേലിയൻ പരമ്പര രോഹിത് ശർമ്മയ്ക്ക് വ്യക്തിഗത നേട്ടങ്ങൾക്കുള്ള ഒരു അവസരം കൂടിയാണ്. ഈ പരമ്പരയിൽ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിയുന്ന സുപ്രധാന റെക്കോർഡുകളും നിരവധിയാണ്. ഓസ്ട്രേലിയക്കെതിരായ 1ാം ഏകദിനം രോഹിത് ശർമ്മയുടെ രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിലെ 500ാമത് മത്സരമാണ്. ഈ നേട്ടം കൈവരിക്കുന്ന ചുരുക്കം ചില ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ രോഹിത് ഇടം നേടും. രാജ്യാന്തര ക്രിക്കറ്റിൽ 50 സെഞ്ചുറികൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ രോഹിത്തിന് ഇനി വേണ്ടത് ഒരു സെഞ്ചുറി മാത്രമാണ്. ഈ നേട്ടം കൈവരിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി തുടങ്ങിയ ഇതിഹാസ താരങ്ങളുടെ ക്ലബിൽ രോഹിത്തും അംഗമാകും. മുൻ പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രിദിയുടെ പേരുള്ള ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന ലോക റെക്കോർഡ് മറികടക്കാൻ രോഹിത്തിന് ഇനി 8 സിക്സറുകൾ കൂടി മതി. ഏകദിനത്തിലെ 352ാമത്തെ സിക്സർ പറത്തുമ്പോൾ ഹിറ്റ്മാൻ ഏകദിനത്തിലെ സിക്സറുകളുടെ രാജാവായി മാറും. പരമ്പരയിൽ ഇത് സംഭവിക്കുമെന്നതും ഉറപ്പാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ കൂടുതൽ സെഞ്ചുറികൾ നേടി ഇന്ത്യൻ ഓപ്പണർമാരുടെ പട്ടികയിൽ സച്ചിൻ ടെണ്ടുൽക്കറിനൊപ്പം എത്താൻ രോഹിത്തിനും ഒരു സെഞ്ചുറി കൂടിയാണ് ആവശ്യം. നിലവിൽ 265 ഏകദിനങ്ങളിൽ നിന്ന് 11,168 റൺസ് നേടിയ രോഹിത് ശർമ്മയ്ക്ക് ഏകദിനത്തിൽ കൂടുതൽ റൺസ് നേടി ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയെ മറികടന്ന് 3ാം സ്ഥാനത്തേക്ക് എത്താനും വേണ്ടത് 54 റൺസ് മാത്രമാണ്. ഈ പരമ്പരയിൽ രോഹിത് 12 സിക്സറുകൾ കൂടി നേടിയാൽ ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ 100 സിക്സറുകൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരമെന്ന റെക്കോർഡിനും ഉടമയാകും. ചുരുക്കത്തിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ രോഹിത് ശർമ്മയുടെ മടങ്ങിവരവ് ഇന്ത്യൻ ക്രിക്കറ്റിനേറെ നിർണായകമാണ്. നായകന്റെ ഭാരമില്ലാതെ തന്റെ ഇഷ്ടവേദിയിൽ റെക്കോർഡുകൾ വേട്ടയാടാൻ ഇറങ്ങുന്ന ഒരു ബാറ്റർ എന്ന നിലയിൽ രോഹിത് ശർമ്മയുടെ പ്രകടനം ഈ പരമ്പരയുടെ ഗതി നിർണ്ണയിക്കുമെന്നതിലും തർക്കമില്ല. ഓസ്ട്രേലിയൻ മണ്ണിൽ വീണ്ടും ഒരു ഹിറ്റ്മാൻ കൊടുങ്കാറ്റ് വീശിയാൽ അത് ടീം ഇന്ത്യക്ക് പരമ്പര നേടാൻ മാത്രമല്ല, ലോക ക്രിക്കറ്റിൽ രോഹിത്തിന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും സഹായകമാകും.